കർത്താവിന്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ആ, എനിക്ക് കഴിഞ്ഞ ഒരാഴ്ച വളരെ ബുദ്ധിമുട്ട് ഉണ്ടായി. എങ്കിലും വളരെ വിശ്വസ്തയോടെ നിങ്ങൾ സമയമെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുറച്ച് ആശ്വാസം ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നാലും തൊണ്ട ഉണങ്ങി പോകുന്ന ഒരു പ്രയാസമുണ്ട് എനിക്ക്. തുടർമാനമായിട്ടുള്ള വിശ്രമമില്ലാത്ത ക്ലാസ്സുകൾ നിമിത്തം അത് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ദൈവം ഇത്രത്തോളം സഹായിച്ചു. പ്രാക്ടിക്കൽ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ നാം 6 പരം ക്ലാസ്സുകൾ കഴിഞ്ഞു. 7ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വാത്സല്യ 5-ൽ നിന്ന് കേൾപ്പാനിടയായി തീർന്നു. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം അതിന് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു. ഈ വെള്ളമില്ലാത്ത വൃക്ഷത്തിന്റെ അവസ്ഥ നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ തന്നെയാണെങ്കിലും വെള്ളം ഇല്ലെങ്കിൽ എല്ലാം പ്രശ്നമായിത്തീരും. ശരീരസന്നിധിയിലുള്ള എല്ലാ ഏരിയകളെയും അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നത് വെള്ളമാണ്. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ നിൽക്കുന്നത് എല്ലാം വെള്ളമാണ്. നമ്മുടെ ടിഷ്യൂ സംരക്ഷിക്കുന്നതെല്ലാം വെള്ളമാണ്. നമ്മുടെ കോശങ്ങളെയൊക്കെ നിലനിർത്താൻ സഹായിക്കുന്നത് വെള്ളമാണ്. നമ്മുടെ ചർമ്മത്തിന്റെ സ്ഥിതി, നമ്മുടെ ദഹനത്തിന്റെ സ്ഥിതി, യൂറിനറി ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്, പിന്നെ പോഷക ഓക്സിജനും ഒക്കെ നമുക്ക് കിട്ടുന്നത്, ഇതെല്ലാം വെള്ളത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതവും. സ്തോത്രം. ആത്മീയ ജീവിതത്തിലും നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ആ ജലാംശം ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് പച്ചിപ്പും പുഷ്ടിയും ഒന്നുമില്ലാതെ ഇരിക്കും. അതുകൊണ്ട് എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞിരിക്കേണ്ടതിനായിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കണം. ദൈവസാന്നിധ്യം എപ്പോഴും നമുക്ക് അനുഭവിക്കണമെങ്കിൽ അഭിഷേകത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ നിങ്ങളെ ആശംസിക്കുന്നു. നാം കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് 5 വിധ ദിശകളെ കുറിച്ചായിരുന്നു. ദർശനത്തിലൂടെ ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ട് എന്ന് നാം പറഞ്ഞു. അത് കൊർന്നല്യോസിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു. വായനയിലൂടെ അന്വേഷിക്കുന്നവരുണ്ട്. തെളിവായിട്ട് നമ്മൾ ഷണ്ണനെ കുറിച്ച് പറഞ്ഞു. അറിവിലൂടെ കാത്തിരിക്കുന്നവരുണ്ട്. ശമരിയ സ്ത്രീ പറഞ്ഞു, മശിഹ വരും എന്ന് ഞങ്ങൾ അറിയുന്നു. അതുപോലെ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അന്വേഷിക്കുകയും കാത്തിരിക്കുകയും ദൈവപ്രവൃത്തി കാണുകയും ചെയ്യുന്ന ലുദിയമാരെ പോലെയുള്ള ആളുകൾ. അതുപോലെ പ്രവചന നിവൃത്തി കാണാൻ നോക്കിയിരിക്കുന്ന ആളുകൾ. നാഥനയിൽ ചോദിക്കുന്നു, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ശിമയോൻ പറഞ്ഞു, നീ എന്നോട് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിരുന്നു, നീ ക്രിസ്തുവിനെ കാണാതെ മരിക്കുകയില്ല എന്ന്. ഇങ്ങനെ 5 വിധത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന തലങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിപ്പാനിടയായി തീർന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത്, 7ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ ചിന്തിക്കുന്നത്, നാം വിതയ്ക്കുന്ന ദൈവവചനം വീഴുന്ന വിത്ത് വീഴുന്ന 4 സ്ഥലങ്ങളെ കുറിച്ചാണ്. നാം കർത്താവ് അതിന് ഉപമയായി പറഞ്ഞിരിക്കുന്ന ഭാഗമുണ്ട്. നിങ്ങൾ ആ ഭാഗം എടുത്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് യേശു അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ 18 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങളാണ്. അപ്പോൾ നാം സുവിശേഷീകരണത്തിനായി പുറപ്പെടുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ കാര്യങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല കർഷകൻ എവിടെയെങ്കിലും കൊണ്ട് വിത്തെറിയത്തില്ല. ഇവിടെ യേശു പറയുമ്പോൾ മണ്ണിനെ കുറിച്ച് വിതയ്ക്കുമ്പോൾ വീണ സ്ഥലത്തിന് 4 സ്ഥലത്ത് മണ്ണുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ഒന്ന്, പാതയിൽ അവിടെ മണ്ണുണ്ട്. പക്ഷേ അവിടെ വീണ വിത്തുകളെല്ലാം
അത് പറവകൾ കൊണ്ടുപോയി എന്ന് കാണുന്നു. രണ്ടാമത്തതും മണ്ണുള്ള സ്ഥലമാണ്. എവിടെ? പാറ നിറഞ്ഞ മണ്ണ്. പാറപ്പുറത്താണ്. അവിടെയും കിളിർക്കുന്നുണ്ട്, പക്ഷേ അതിന് ആഴത്തിൽ പോകാൻ മണ്ണില്ല. മൂന്നാമത്തെ മണ്ണ് പറയുന്നത് മുള്ളുകളുള്ള മണ്ണ്. അപ്പോൾ നിങ്ങൾ സർമൺ പ്രിപ്പയർ ചെയ്യുമ്പോഴാണേലും ഈ വിധത്തിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. മുള്ളുകളുള്ള മണ്ണ്. നാലാമത്തെ മണ്ണ് നല്ല മണ്ണ്. അവിടെ 30%, 60%, 100%. അപ്പൊ ഓർത്തിരിക്കുക, പാതയോരത്തെ മണ്ണ്, അതെ, അവിടെ വീണെങ്കിലും അത് താഴോട്ട് വീഴാൻ, അത് താഴത്തോട്ട് റൂട്ടഡ് ആകുന്നതിന് മുമ്പേ പറവുകൾ കൊണ്ടുപോയതായി കാണും. 2 മുള്ളുകൾ ഉള്ള മണ്ണ്. 3, അതെ, 4 നല്ല മണ്ണ്. അപ്പോൾ ഇങ്ങനെ 4 സ്ഥലത്ത് വിത നടക്കുന്നതായി കാണുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഈ ചില സമയത്ത് നിങ്ങളുടെ മെസ്സേജ് കേൾക്കുമ്പോൾ ആളുകൾ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ഹല്ലേലൂയ പറയുകയും ആത്മാവിൽ നിറയുകയൊക്കെ ചെയ്യുന്നു വരും. ബട്ട് ഡോണ്ട് എക്സ്പെക്ട് ഓൾവേസ് ദാറ്റ് എക്സ്പീരിയൻസ്. പത്രോസ് പ്രസംഗിക്കുമ്പോൾ അവർ കുത്തുകൊണ്ടവരായി. അവർ ചോദിക്കുന്നു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതേസമയം സ്തേഫാനോസ് പ്രസംഗിക്കുമ്പോൾ അവര് ഒത്തുകൊണ്ടവരായി എന്ത് ചെയ്തു? കല്ലുകൾ എടുത്തു അവനെ എറിയാൻ. സുവിശേഷീകരണത്തിൽ ഇതെല്ലാം നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രൈസ് ഗോഡ്. പക്ഷേ തെർത്തുല്യൻ ഇങ്ങനെ പറഞ്ഞു, സഭയുടെ രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ് എന്ന്. പ്രൈസ് ഗോഡ്. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. ഒരു ദൈവവേദന്റെ വിയർപ്പ് ഒരു സ്ഥലത്ത് വീണിട്ടുണ്ടെങ്കിൽ, കണ്ണുനീരൊരു സ്ഥലത്ത് വീണിട്ടുണ്ടെങ്കിൽ, രക്തം ഒരു സ്ഥലത്ത് വീണിട്ടുണ്ടെങ്കിൽ, അവരുടെ പാദം ഒരു ദേശത്ത് ചവിട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായും ദൈവത്തിന് ആ ദേശത്തോടൊരു വ്യവഹാരം കാണും. സ്തോത്രം. നിയോഗത്താൽ നിങ്ങൾ പാദം വെച്ച ഓരോ സ്ഥലത്തും ദൈവപ്രവൃത്തി നിശ്ചയമായി കാണാൻ കഴിയും എന്നുള്ളത് ഉറപ്പായ സത്യമാണ്. അതുകൊണ്ട് നിയോഗം ലഭിച്ച് ആരംഭിക്കുന്ന ഒരു കാര്യവും ഒരിക്കലും ഫെയിലിയർ ആകില്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. ആത്മാവ് നിങ്ങളെ നിർബന്ധിച്ചോ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വ്യക്തമായ നിയോഗം നൽകിയോ, ഒരു ദർശനത്തിലൂടെയോ ഒരു കാഴ്ചപ്പാടിലൂടെയോ ഒരാളോട് ദൈവത്തിന്റെ വചനം പങ്കുവച്ചാൽ ഒരിക്കലും അത് വൃഥാവായി പോവുകയില്ല. വീണ വിത്ത് അവിടെ കിടന്ന് കിളിക്കും. ചിലപ്പോൾ അടുത്ത നെക്സ്റ്റ് വീക്കിലായിരിക്കും, മേ ബി നെക്സ്റ്റ് മന്ത് ആയിരിക്കും, ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ ആയിരിക്കും, ചിലപ്പോൾ 20 years കഴിഞ്ഞായിരിക്കും. പക്ഷേ വിത്ത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. കാരണം വിതച്ചത് നിയോഗത്താലാണെങ്കിൽ ആത്മാവിൽ അവർക്ക് വേണ്ടി ജാഗരിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തിരിച്ചറിയുക, 4 സ്ഥലത്ത് വിത്ത് വീണു. അപ്പോൾ കർത്താവ് അതിന്റെ വ്യാഖ്യാനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാലും. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവിൻ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാതിരുന്നാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. അപ്പോൾ ഇതത്ര വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. അതെ, ആളുകൾ കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുമ്പോൾ ഹെർമന്യൂട്ടിക്സ് എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങൾക്ക് ഡോക്ടർ സ്റ്റീവൻ സാറ് നിങ്ങൾക്ക് എടുക്കും. എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിക്കേണ്ടത്. അതുപോലെ ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി ഷാമുൽ സാറ് ന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും, എങ്ങനെയാണ് ഒരു സർമൺ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ പ്രസംഗവും ആരാധന എന്നുള്ള വിഷയം നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് അനി സാറ്, അനി മാഡം എടുക്കുന്ന ഒരു ഭാഗമാണ്, അനി വർഗീസ്. ഓക്കെ, അപ്പോൾ അതിലെല്ലാം നിങ്ങൾക്ക് കുറെ കൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഞാൻ ഫോക്കസ് ചെയ്യുന്ന കൂടുതലും പ്രാക്ടിക്കൽ മിനിസ്ട്രിയാണ്. അതാണ് നിങ്ങൾക്ക് ഈ ലൈവായിട്ട് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നാം ചിന്തിച്ച് വന്നത്, ഈ ദൈവത്തിന്റെ വചനം നമ്മൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പായി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ വിതയ്ക്കാൻ പോകുന്ന വിത്ത് എവിടെയാണ്.
കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വിത്ത് എങ്ങനെയാണ് ശേഖരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ സന്ദേശം ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നു. അത് വോളിയം 3-ൽ ഉണ്ട്. സ്തോത്രം. വോളിയം 3 എന്ന് പറയുന്നത് ബൈബിളിലല്ല, നമ്മൾ അപ്ലോഡ് ചെയ്ത ക്ലാസ്സിലാണ്. ഓക്കെ, ഓർക്കുന്നുണ്ടല്ലോ? എങ്ങനെ ആത്മാക്കളെ നേടാം, അതിനകത്ത് 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഓർമ്മയുള്ളവർ പറഞ്ഞാട്ടെ. മ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ എങ്ങനെ ഞാൻ കേൾക്കുന്നത്? ഓക്കെ, എന്തൊക്കെയായിരുന്നു? നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 1 പ്രാർത്ഥന, 2 വചനധ്യാനം, 3 ആത്മനിയോഗം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ആണ് ആത്മാക്കളെ നേടലിന്റെ അതിപ്രധാനമായ കാര്യം. നമ്മള് ചാടിക്കേറിയ ആളുകളോട് പെന്തിക്കോസാണ് ശരി, ബാക്കി നിങ്ങളെല്ലാം പിന്നെ നരകത്തിലേക്ക് പോകൂ, അതൊന്നുമല്ല സുവിശേഷം. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും സ്വർഗത്തിൽ പോകത്തില്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ പലരും പോകും. കാരണം അവരും ദൈവമായിട്ടുള്ള രഹസ്യ ജീവിതത്തിൽ കർത്താവിന്റെ വചനത്തെ ഏത് നിലയിലാണ് അവർ കൈക്കൊണ്ടിരിക്കുന്നത്, കർത്താവുമായിട്ട് എങ്ങനെയാണ് അവർ പോകുന്നത്. ചിലപ്പോൾ അവർക്ക് വലിയ ഒച്ചയും ബഹളവും കാര്യങ്ങളും ഒന്നും കാണത്തില്ലായിരിക്കും, പക്ഷെ അവർ കർത്താവിന്റെ കൂടെ നടക്കുന്നവരായിരിക്കും, നമുക്കറിയില്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മളുടെ പുറമേയുള്ള കണ്ണുകൊണ്ട് നോക്കി ആളുകളെ തൂക്കി വിധി എഴുതുന്ന ശീലം മിഷണറി ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്ന നമ്മളിൽ ഒരിക്കലും ഉണ്ടാകരുത്. കർത്താവ് ആളുകളെ വിവേചിച്ച് മനസ്സിലാക്കിയതുപോലെ ആത്മാവിന്റെ കണ്ണുകൊണ്ട്, അകത്തെ കണ്ണുകൊണ്ട്, ആത്മാവിന്റെ ആ വിവേചനത്തിൽ ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഒരു ദേശത്ത് ഒരു വലിയ പ്രാർത്ഥനാപരമുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരി ഉണ്ടായിരുന്നു. അവർ സ്നാനപ്പെട്ട് ദൈവം പ്രാപിച്ച് ഇങ്ങനെ അവരിലൂടെ പല ആളുകളും കർത്താവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദേശത്ത് വന്ന ഒരു പുതിയ പാസ്റ്റർ ഈ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ വീട്ടിൽ നടക്കുന്ന ഉണർവും അവർ മുഖാന്തരം പലരും കർത്താവിലേക്ക് വരുന്നു, രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, ഈ ഒരു കാര്യം കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു താല്പര്യം, ഈ സഹോദരിയെ സഭയിൽ കിട്ടുകയാണെങ്കിൽ ഇവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും വേഗത്തിൽ ഇനി കിട്ടും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിച്ച് ആ വീട് തേടി അദ്ദേഹം പോകുമ്പോൾ വലിയ പ്രതീക്ഷയോടാണ് അദ്ദേഹം പോകുന്ന കൂട്ടത്തിൽ അദ്ദേഹം നല്ല ഒന്നാന്തരം കപ്പയുടെ ആ പണയുടെ ഇടയിൽ കൂടെയാ പോകുന്നത്. അപ്പൊ വിളഞ്ഞു നിൽക്കുന്ന കപ്പയാ, അദ്ദേഹത്തിന് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹം മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോവുകയാണ്, അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആരും കാണുന്നില്ലെങ്കിൽ ഒരു മുട് കപ്പയും കൊണ്ടൊന്ന് പോയാൽ എന്താ എന്ന് ചിന്തിച്ചാണ് ഇദ്ദേഹം ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. ആ വീട്ടിൽ ചെന്നു ആ ദേവദാസി വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുത്തി. അപ്പോൾ പറഞ്ഞു, സഹോദരി ഇനി വേർവിട്ട് ജീവിക്കണം, ഞങ്ങളോട് ഒരുമിച്ച് ഞങ്ങളുടെ ചർച്ചയിൽ വരണം എന്നിങ്ങനെ പറയാനിടയായി. അപ്പോൾ ആ സഹോദരി ഇങ്ങനെ ചോദിച്ചു, ദേവദാസനെ, ഈ വേർപാട് എന്നോട് പറഞ്ഞല്ലോ, മടങ്ങിപ്പോകുമ്പോൾ ആരും കണ്ടില്ലെങ്കിൽ ഒരു മൂട് കപ്പ പിഴുതുകൊണ്ട് പോകാം എന്ന് പറഞ്ഞു വരുന്ന ആ ചിന്ത ഏത് വേർപാടിൽ പെടും എന്ന് ചോദിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചത് പോലുമില്ല, അന്നേരം ഇറങ്ങി. അപ്പോൾ നമ്മൾ പലപ്പോഴും ആളുകളെ പുറമേ നിന്ന് കാണുന്ന സെറ്റപ്പ് അല്ല, നാം അറിയാതെ ദൈവകരങ്ങളിൽ വിശ്വസ്തയോടെ ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, ദൈവം ഉപയോഗിക്കുന്നവരുണ്ട്. ഒരു വലിയ പേരുള്ള സഭയുടെ അംഗമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുറമേ ആളുകൾ വെക്കുന്ന ചില നിയമ സംഹിതകളൊന്നും ഉള്ളവരായിരിക്കുകയില്ല. പക്ഷേ അവർ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇരുന്ന് കരയുകയും നശിച്ചുപോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയും അവരെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഒരിക്കൽ PG വർഗീസ് അങ്കിൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് മണിയിലൂടെ ഇങ്ങനെ പറയാനിടയായി തീർന്നു. ഒരു ഫെലോഷിപ്പിൽ താനിങ്ങനെ മിഷണറി യാത്രകൾ ഇങ്ങനെ ചെയ്തു വരുന്ന കൂട്ടത്തിൽ താൻ ഒരു ഗ്രാമത്തിൽ എത്തി അവിടെയുള്ള വിശ്വാസി കുടുംബങ്ങളെ കണ്ടുപോകുമ്പോൾ തൻ്റെ കാലിൽ അതിഭയങ്കരമായ നീര് ബാധിച്ചാണ് താനിങ്ങനെ ആ കാലം 7 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആ കാലിൽ നല്ല നീരാണ്. അപ്പോൾ ഈ നൊണ്ടി നടക്കുന്ന കണ്ടപ്പോൾ
ആദിവാസിയായ സഹോദരി ഇങ്ങനെ ചോദിച്ചു അത്രേ, ദൈവദാസനെ ഇത് എന്തു പറ്റി? ഇങ്ങനെ പറഞ്ഞു, കുറെ ദിവസങ്ങളായി നീരാണ്, എനിക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ആ സഹോദരി ചോദിച്ചു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഒരുപാട് സഭയുടെ നേതാവാണ് ഞാൻ, പക്ഷെ ഒരു വിശ്വാസി എങ്ങനെ പ്രാർത്ഥിപ്പിക്കുന്ന എന്നെ, എനിക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിപ്പിക്കും? പിന്നെ ആ സഹോദരിയുടെ സമാധാനത്തിന് ഞാനങ്ങ് സമ്മതിച്ചു എന്നാണ് അദ്ദേഹം പ്രഭാഷണത്തിൽ പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണമോ, ആ സഹോദരി വന്ന് ആ കാലിലോട്ട് ആമേ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് യേശുക്കെ നാമേ ചങ്കായ ജായ്, യേശുവിന്റെ നാമത്തിൽ അങ്ങ് സൗഖ്യമാകട്ടെ. ആ ദേവദാസൻ പറഞ്ഞത് ഇൻസ്റ്റന്റ്ലി ആ വേദന വിട്ടുപോയി, ആ നിമിഷം ഹീലായി. സൗരങ്ങളെ, പേരില്ലെങ്കിലും, പോസ്റ്ററിൽ പേര് വന്നില്ലെങ്കിലും, ഫ്ലെക്സിൽ ഫോട്ടോ വന്നില്ലെങ്കിലും, നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, കർത്താവിനൊരുവനെ ഉപയോഗിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ, നമുക്കതിന് മനസ്സുണ്ടെങ്കിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് നാം വിതയ്ക്കുമ്പോൾ മനസ്സിലാക്കുക, നല്ല കർഷകനെ പോലെ ദൈവത്തിന്റെ വചനവും അങ്ങനെ തന്നെയാണ് വിത നടക്കുന്നത്. വയലൊരുക്കാതെ ഒരു കർഷകൻ ഒരിക്കലും വിത്തുമായിട്ട് പോകത്തില്ല. നാം പലപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് എന്താണ്? ഔട്ട്റീച്ച് ചെയ്യണം, ആളുകളോട് സുവിശേഷം പറയണം, വേഗത്തിൽ ആളുകൾ രക്ഷിക്കപ്പെടണം, ഒരു കൂട്ടം വിടുവിക്കപ്പെടണം, വലിയ ചർച്ചകൾ ഉണ്ടാകണം. ആഗ്രഹങ്ങളൊക്കെ നല്ലതാണ്, ആഗ്രഹങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ അത് ചെയ്യേണ്ട വിധങ്ങൾ സുവിശേഷങ്ങളിൽ യേശു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കുക, അപ്പോൾ വിത്ത് ശേഖരണം എന്ന് പറയുന്നത് വചനധ്യാനത്തിലൂടെയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ സ്പർശിക്കപ്പെടുന്ന വാക്യങ്ങളുടെ താഴെ വരയിടുകയും അത് വീണ്ടും ധ്യാനിക്കുകയും അത് ആവർത്തിച്ച് ധ്യാനിച്ച് ആ വാക്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കുകയും ചെയ്യണം. പരിശുദ്ധാത്മാവ് രക്ഷയിലേക്ക് നയിക്കാനായിട്ട് അതേ ഒരു വ്യക്തിയെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ, അഥവാ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദേശത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നിടം വരെ നിങ്ങൾ കണ്ടിന്യൂ ആയി പ്രാർത്ഥിക്കണം. നാം അതേ വ്യത നടക്കുന്നതിന് മുമ്പ് വയൽ മനുഷ്യന്റെ ഹൃദയമാണ്, അത് പ്രാർത്ഥന കൊണ്ട് ഉഴുതേ മതിയാകുകയുള്ളൂ. അതിൽ വചനം സ്വീകരിക്കുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ കല്ലുകളെയും ആത്മാവിൽ പെറുക്കി മാറ്റാൻ തയ്യാറാകണം. പ്രൈസ് ഗോഡ്. അതെ, വചനത്തെ കൂട്ടിക്കളയുന്ന ആളുകളുണ്ട്. ദുരുപദേശം, ഫാൾസ് ഡോക്ട്രിൻ, അതെ, തെറ്റായ ഉപദേശങ്ങൾ, അതിനെ പുളിച്ച മാവ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ ഉള്ള ജനങ്ങളുടെ നടുവിൽ നിങ്ങൾ പെട്ടാൽ അവരുടെ ഇടയിൽ ദൈവവചനം വളരെ സ്പഷ്ടമായും കൃത്യമായും തെളിയിച്ചു കൊടുക്കത്തക്കവണ്ണം ദൈവവചനത്തിൽ ആഴമായി വേരൂന്നിയ ഒരു ജീവിതാനുഭവം നമുക്കുണ്ടാകണം. ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞത് ഓർക്കുന്നു എങ്കിലും ഇതിനോടുള്ള ബന്ധത്തിൽ ആവർത്തിക്കേണ്ടതായിട്ട് വരുന്നു. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ മതിലേരിത്തട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം, അതായത് കണ്ണൂരിൽ നിന്ന് ഇരിട്ടി ചെന്ന്, ഇരിട്ടിയിൽ നിന്ന് മണിക്കടവ്, അവിടുന്ന് കാഞ്ഞിരക്കൊല്ലി കഴിഞ്ഞ് കയറി പോകണം, പർവ്വത പ്രദേശമാണ്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ 2 സഹോദരന്മാരിയ്ക്കുന്നു. ഇവരെ കണ്ടപ്പോൾ എനിക്കെന്തോ പന്തികേട് പോലെ തോന്നി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ യഹോവ സാക്ഷികളാണോ? അപ്പോൾ അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ യഹോവയുടെ സാക്ഷികളാണ്. അപ്പോൾ അവർ കർത്താവിന്റെ വരവിനെ കുറിച്ച് ആ ഭവനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ വിശ്വാസികളാണ്, അവർക്ക് വീണ്ടും വണ്ണം വചനത്തിൽ അവരെ ഉറച്ചിട്ടില്ല, അവരായി വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവരോട് ഡയറക്റ്റ് ഒരു ചോദ്യം ചോദിച്ചു, യേശു ക്രിസ്തു ഏക സത്യ ദൈവമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവര് 2 മുഖത്തോട് മുഖം നോക്കി. ഡയറക്റ്റ് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവരെ ഒന്ന് പരിങ്ങി. ഞാൻ ചോദിച്ചു, യേശു ക്രിസ്തു ഏക സത്യ ദൈവമെന്ന് വിശ്വസിക്കുന്നുവോ? അപ്പോൾ പറഞ്ഞു, യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ളതിന് ബൈബിളിൽ വാക്യമില്ല. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി അവരുടെ ആ ഉത്തരം കേട്ടിട്ട്. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതിന് വാക്യം തന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആദ്യം തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള വാക്യത്തെക്കാൾ യേശു ക്രിസ്തു മഹാദൈവമാണെന്നുള്ള വാക്യം തരാം. തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ കണ്ടു, മഹാദൈവമായ ക്രിസ്തു യേശു ക്രിസ്തുവിനെയും അതെ എന്ന് നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന വേദഭാവങ്ങൾ വളരെ കൃത്യമായി നൽകേണ്ട സമയങ്ങളിൽ നമ്മൾ നൽകേണ്ടി വരും.
നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും ആ മഹാദൈവവും ആ നമ്മുടെ രക്ഷിതാവുമായ ആ. യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ വരയിടണം, മഹാദൈവം. യഹോവ സാക്ഷികളായ ആളുകൾ സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് ഈ അതെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ കേവലം ശക്തിയായിട്ട് മാത്രം പറയുന്ന ഭാഗം അവർ പറയും. യേശുക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ശക്തി മാത്രമല്ല, വ്യക്തി എന്ന നിലയിലും പ്രവർത്തിക്കുന്ന പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. സൃഷ്ടിപ്പിൽ നമ്മൾ കാണുന്നുണ്ട്. അതെ, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക മാത്രമല്ല, പല സ്ഥലങ്ങളിൽ കാണുന്നു പരിശുദ്ധാത്മാ ആളത്വം എന്ന നിലയിൽ പരിശുദ്ധാത്മാ വിലക്കി, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതെ, പരിശുദ്ധാത്മാവ് തടഞ്ഞു, ആത്മാവ് അവനോട് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഈ ഭാഗങ്ങളിലെല്ലാം ഒരു വ്യക്തിയെ പോലെ ദൈവാത്മാവ് സംസാരിക്കുന്നു. ഇവിടെ നമ്മൾ കണ്ടത് അത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ നിങ്ങൾ അകപ്പെട്ടാൽ അവിടെ വ്യക്തമായി വാക്യങ്ങൾ തെളിയിച്ചു കൊടുക്കേണ്ടി വരും. എന്താണ് മഹാദൈവമായ യേശുക്രിസ്തു? മാത്രമല്ല, വചനത്തിൽ പല സ്ഥലങ്ങളിൽ കാണുന്നു അത് സത്യദൈവവും നിത്യജീവനുമായ 1 യോഹന്നാൻ 5:20 പറയുന്നു, യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനും ആകുന്നു. ഓക്കെ, നിങ്ങൾ വാക്യങ്ങൾ കുറിച്ചെടുത്തുകൊള്ളുക. യെശയ്യാ 9:6 പറയുന്നു, യേശുക്രിസ്തു വീരനാം ദൈവം. ഓക്കെ, വീരനാം ദൈവം. യേശുക്രിസ്തുവിനെ കുറിച്ച് അതെ സാത്താൻ പറഞ്ഞത് എന്താണ്? ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 17-ാം വാക്യത്തിൽ അതെ സാത്താൻ വിളിച്ചു പറഞ്ഞു, ഇവര് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. പൗലോസിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞതാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. സാത്താൻ പോലും വിശ്വസിക്കുന്നു ക്രിസ്തു അത്യുന്നതനായ ദൈവമാണ് എന്ന്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും യേശു തന്നെ കർത്താവെന്ന് പിതാവായ ദൈവത്തിനു മുമ്പിൽ ഏറ്റുപാടുകയും ചെയ്യും. യേശു ഇപ്രകാരം പറയാനിടയായി യോഹന്നാൻ 17:5, ലോകം ഉണ്ടാകും മുമ്പേ എനിക്കുണ്ടായിരുന്ന മഹത്വം എന്ന് നമ്മൾ അവിടെ കാണുന്നു. അവിടെ യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുന്നു. അതുപോലെ മത്തായി 1:22 കാണുന്നത് ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. മത്തായി 28:20 നമ്മൾ കാണുന്നു, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന്. പ്രൈസ് ഗോഡ്. എബ്രായർ 1:8 പറയുന്നു, നിന്റെ സിംഹാസനം നിത്യമാണ് എന്ന്. കർത്താവ് ഇങ്ങനെ യോഹന്നാൻ 8:58 പറയുന്നു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ അതെ വായിക്കുന്നുണ്ട്, ഇരുന്നവൻ ഇരിക്കുന്നവൻ വരുന്നവൻ, ഇരുന്നവൻ ഇരിക്കുന്നവൻ വരുന്നവൻ. കർത്താവ് പറഞ്ഞു, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു. ആമേൻ, ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു. ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതെ, യെസ്. വീണ്ടും നമ്മൾ കാണുന്നത് ഫിലിപ്പിയ ലേഖനം 2:6 കാണുന്നവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ പിന്നെ അത് ദാസരൂപം എടുത്തു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് യെസ്, അവിടെയെല്ലാം നമ്മൾ കാണുന്ന പ്രത്യേകത യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വളരെ കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും അവിടെ കാണുന്നു എന്നുള്ളതാണ്. വിതയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ 4 സ്ഥലത്തേക്ക് വിത്ത് വീഴുന്ന രീതികൾ കാണുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ തൃത്വ സംബന്ധമായ വിഷയങ്ങളുടെ സംശയങ്ങളും ഉണ്ടാകാറുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ അത് എടുക്കാം. എന്നാലും ചില ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ 3 ഘടകങ്ങളുണ്ട്. 1 ശരീരം, 2 മനസ്സ്, 3 ആത്മാവ്. ശരീരത്തിലെ 3 ഘടകങ്ങളാണ്. അതുപോലെ തന്നെ പദാർത്ഥങ്ങളുടെ 3 അവസ്ഥയുണ്ട്. എന്താണ്? ഖരം,
ദ്രാവകം, വാതകം എന്നിങ്ങനെയുള്ള 3 തലങ്ങൾ ഉണ്ട്. അതുപോലെ ഓരോ ആറ്റത്തിലും ഉള്ള കാര്യങ്ങളുണ്ട്. എന്താ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ 3 അടിസ്ഥാന ഘടകങ്ങളുണ്ട്. നീളത്തിലായാലും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നീളം, വീതി, ഉയരം എന്നിങ്ങനെ 3 അളവുകൾ ഉള്ളതായി കാണുന്നു. ഭാവി സംബന്ധമായ കാര്യങ്ങൾക്ക് 3 ഘടകങ്ങളുണ്ട്. എന്താണ് അത്? ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. ഓക്കെ. അതുപോലെ തമ്പുരാൻ 3 ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗം, ഭൂമി, നരകം എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ ആശയവിനിമയത്തിലും 3 തത്വങ്ങളുണ്ട്. 1 ചിന്ത, 2 വാക്ക്, 3 പ്രവൃത്തി. ഓക്കെ. വിശ്വാസ സംബന്ധമായും 3 അടിസ്ഥാന ഗുണങ്ങളുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഞാൻ ഈ 8 കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. മനുഷ്യനിൽ കാണുന്നു 1 ശരീരം, 2 മനസ്സ്, 3 ആത്മാവ് എന്നീ 3 ഘടകങ്ങൾ. പദാർത്ഥങ്ങളിൽ 3 അവസ്ഥ കാണുന്ന പ്രധാനമായും ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെയുള്ള അവസ്ഥ. അതുപോലെ ഓരോ ആറ്റത്തിലും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന 3 അടിസ്ഥാന ഘടകങ്ങളെ നമ്മൾ കാണുന്നു. അതുപോലെ അളവില് കാണുന്നതാണ് നീളം, വീതി, ഉയരം എന്നിങ്ങനെ 3 അളവുകളാണുള്ളത്. ഓക്കെ. 3 കാലങ്ങളെ കുറിച്ച് കാണുന്നു. ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. ഓക്കെ. 3 ലോകങ്ങളെ കുറിച്ച് കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. അത് സ്വർഗം, ഭൂമി, നരകം എന്നുള്ളത്. അതുപോലെ ആശയത്തോടുള്ള ബന്ധത്തിൽ ചിന്ത, വാക്ക്, പ്രവൃത്തി. വിശ്വാസ സംബന്ധമായിട്ടുള്ളതും ഉണ്ട്. എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പ്രൈസ് ഗോഡ്. ഓക്കെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വിത്ത് വീഴുന്ന സ്ഥലങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഒട്ടും കൈക്കൊള്ളാത്തത് ആദ്യത്തെ കൂട്ടരാണ്. അവരുടെ ഉള്ളിൽ നിന്ന് സാത്താൻ എന്ത് ചെയ്യുന്നു? വിത്തുകൾ എടുത്തു കളയുന്നു എന്ന് നമ്മൾ ചിന്തിപ്പാനിടയായി. അതാണ് വഴികരിയെ വീണതായ വിത്ത്. രണ്ടാമതായി നമ്മൾ വായിക്കുന്നത് എന്താണ്? 20-ാം വാക്യം, 13-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു. എങ്കിലും വേരില്ലായകയാൽ ക്ഷണികനത്. നിങ്ങൾ ദൈവവചനം പറയുമ്പോൾ ആരംഭത്തിൽ ചിലപ്പോൾ അത് കൈക്കൊണ്ടെന്ന് വരും, ആവേശത്തോടെ അവർ സ്വീകരിച്ചെന്ന് വരും. പക്ഷേ കർത്താവ് പറയുകയാണ്, ഇതിനെ 3 കൂട്ടര് കൈക്കൊള്ളുന്നു. എന്നാൽ 2 വിഭാഗത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ പാറസ്ഥലത്ത് വീണ വിത്ത്, അതുപോലെ മുള്ളിനിടയിൽ വീണ വിത്ത്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? വായിച്ചാട്ടെ. എലീസ വായിക്കാമോ? ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. റഫറൻസ് ഒന്ന് പറയൂ പ്ലീസ്. 13-ാമത്തെ സുവിശേഷം 13-ാം അധ്യായം 20 മുതലുള്ള വാക്യം. യെസ്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും വേരില്ലാതിരിക്കുകയാൽ അവൻ ക്ഷണികനത്രേ. നോക്കുക. വചനം അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം വിതച്ചു, അത് കിളിർത്തു. വളരെ പ്രതീക്ഷയോടെയാണ് അത് കിളിർത്തൊക്കെ വരുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ 21-ാം വാക്യത്തിൽ എന്താ പറയുന്നിരിക്കുന്നത്? വചനം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. അപ്പോൾ തിരുവചനം അനുസരിപ്പാൻ ഒരാൾ തയ്യാറാകുമ്പോൾ എന്തൊക്കെ സാധ്യതയുണ്ട്? ഞെരുക്കത്തിന് സാധ്യതയുണ്ട്. പിന്നെ കളിയാക്കിയെന്ന് വരും, ഉപദ്രവിച്ചെന്ന് വരും, പല വേദനകളിലൂടെ ഒരുപക്ഷെ കടന്നു പോകേണ്ടി വന്നേക്കാം. പക്ഷേ അവിടെ നമ്മൾ കാണുന്ന എന്താ? ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വന്നപ്പോൾ നമ്മൾ ഇന്നത്തെ കാണുന്ന ഈ ന്യൂജൻ പ്രഭാഷണങ്ങൾ കേട്ടിട്ടില്ലേ? എല്ലാം പ്രോസ്പെരിറ്റിയാ. 99%. നിങ്ങൾക്ക് ഇപ്പോൾ വീട് കിട്ടാൻ പോകുന്നു, ഇപ്പോൾ വിസ അടിക്കാൻ പോകുന്നു, ഇപ്പോൾ അതേ കാറ് കിട്ടാൻ പോകുന്നു, ഇപ്പോൾ എല്ലാം ഉടനെ അവരെ വാരിക്കോരിയും കൊടുക്കുകയാണ്. ഈ ചില ബ്രാൻഡുകൾ ഇറക്കുമ്പോൾ അതേ സെയിം സാധനം വളരെ 1% റേറ്റിൽ കിട്ടും. പക്ഷേ അത് ഒരു ദിവസം തന്നെ നിലനിൽക്കുമോ എന്ന് നമ്മൾ സൂക്ഷിച്ചാൽ നോക്കേണ്ടിയിരിക്കും.
1000 രൂപയുടെ ലൈറ്റ് നമ്മളിവിടെ മേടിക്കുമ്പോൾ 10 രൂപയുടെ ലൈറ്റ് ചൈനക്കാരൻ തരും. പക്ഷെ 10 ദിവസം പോലും അതെന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. സഹോദരങ്ങളെ, തൽക്കാല നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രകടന പ്രസംഗങ്ങളിൽ വീണ് നമ്മുടെ ജീവിതം തകർന്നു പോകാൻ അനുവദിക്കരുത്. നിത്യതയ്ക്ക് ഒരു ഷോർട്ട് കട്ടും ഇല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതെ, എന്നിലൂടെ അല്ലാതെ കയറാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കള്ളനും കവർച്ചക്കാരനുമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവവചനത്തിൽ റൂട്ടഡായി പോകാത്തതിനെ അംഗീകരിക്കാനായി നമുക്കൊരിക്കലും കഴിയുകയില്ല. അതിനർത്ഥം എല്ലാവരും മിസ്റ്റേക്ക് ഉള്ളവരെന്നല്ല. ശരിയായ നിലകളിൽ കാഴ്ചപ്പാടോടുകൂടി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരു കൂട്ടത്തെ ഒരുക്കിയെടുക്കുന്ന ധാരാളം ചെറുപ്പക്കാരായ നല്ല പ്രഭാഷകരുണ്ട്. എന്നാൽ അഭിവൃദ്ധി മാത്രം പറഞ്ഞു പോകുന്നതല്ല സുവിശേഷം എന്ന് ഓർക്കണം. സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ത്യാഗമുണ്ട്, സഹനമുണ്ട്, ത്യജിക്കലുണ്ട്. സ്തോത്രം. ഒരുവൻ തനിക്കുള്ളത് എല്ലാം വിട്ടുപിരിയുന്നില്ലെങ്കിൽ ശിഷ്യനായിരിക്കാൻ കഴിയില്ലെന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദേഹത്തെ കൊല്ലുവാൻ കഴിയുന്നവരെ നിങ്ങൾ പേടിക്കണ്ട. ദേഹത്തെയും ദേഹിയെ ഒരുപോലെ കൊണ്ട് നരകത്തിൽ തള്ളിയിടുവാൻ കഴിയുന്നതിനെ തന്നെ നിങ്ങൾ ഭയപ്പെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന അല്ല, കർത്താവിന് വേണ്ടി മരിക്കാൻ വേണ്ടിയാണ് ജീവിതങ്ങൾ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് ഓർക്കണം. എനിക്ക് ധാരാളം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പല പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം നിലനിർത്തിയത് ദൈവകൃപയും ക്രൂശിന്റെ സ്നേഹവും മാത്രമാണ് സഹോദരങ്ങളെ. അപ്പോൾ മുള്ളിനിടയിൽ പാറസ്ഥലത്ത് വീണത് നമ്മൾ കണ്ടു. ഉപദ്രവമോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് ഒഴിഞ്ഞു മാറുന്നു. അപ്പോൾ അവർക്ക് വലുത് ദൈവമല്ല, ദൈവവചനമല്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അടുത്ത 22-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നത്, ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. നോക്കുക, അവിടെ ഈ ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന. ഏറിയ നാളുകൾക്ക് മുമ്പ് ബ്ലേഡ് നടത്തുന്ന, ബ്ലേഡ് മീൻസ് പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ഒരാള് പല പ്രാവശ്യം യോഗത്തിന് വരാനിടയായി. അദ്ദേഹം 5 രൂപ മുതൽ 10 രൂപ വരെ പലിശ മേടിക്കുന്ന ആളാണ്. പക്ഷെ ഈ വചനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് മനസ്സിലായി, അപ്പോൾ അദ്ദേഹം വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ധാരാളം പൈസയുള്ള ദൈവമക്കളെ പുള്ളി കണ്ടു. അപ്പോൾ അച്ചായന്മാർക്ക് പെട്ടെന്ന് സമ്പാദ്യം ഉണ്ടാകുന്നതിൽ തൽപരരാണല്ലോ പല ആളുകളും. അച്ചായന്റെ കയ്യിൽ നിന്ന് 4 രൂപയ്ക്ക് ഇങ്ങോട്ട് മേടിച്ചേച്ച് FD കിടക്കുന്ന തുച്ഛമായ പലിശയേക്കാൾ നല്ലത് ഈ സൗറിന്റെ കൊടുത്താൽ എന്ത് കിട്ടും? വരുമ്പോ നല്ല ഗ്ലോറി, അല്ലേലി, ആരാധന എല്ലാം കാണും. ഈ അധികം ചാടുന്നവര് വളരെ സൂക്ഷിച്ചോണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ, ഈ കടലിന്റെ തീരത്താണ് ഭയങ്കര തിരയുള്ളത്. പക്ഷേ കടലിന്റെ നടുക്കോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ ഓളമൊക്കെ ഉള്ളൂ. പക്ഷേ എന്താണെന്നറിയാം, അതിന് ആഴം കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴമായ ആത്മബന്ധമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവരുടെ ഇന്ന് മേടിച്ചേച്ച് പുറത്ത് 5-നും 10-നും 8-നും ഒക്കെ കൊടുക്കും. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഉപദേശം ശരിക്ക് പറഞ്ഞപ്പോൾ അയ്യോ അത് പാടാ, പുള്ളി സഭ വിട്ടുപോയി. മനസ്സിലാകുന്നുണ്ടോ? കൂട്ടായ്മ വിട്ടുപോയി. വരുന്നതിന് താല്പര്യക്കുറവായി. കാര്യം എന്താ എഴുതിയിരിക്കുന്നത്? ഈ ലോകത്തിന്റെ ചിന്തയും. കാരണം സക്കായിക്ക് മാനസാന്തരം ഉണ്ടായപ്പം ഇനി ആയുസ് പിടിച്ചു പറിക്കത്തില്ലെന്നല്ല പറഞ്ഞത്. പിടിച്ചു പറിച്ചതെല്ലാം അന്യായമായി മേടിച്ചെല്ലാം 4 ഇരട്ടിയായിട്ട് കൊടുത്തോളാം. മാത്രമല്ല സമ്പത്തും ഡിവൈഡ് ചെയ്ത് പകുതി ഇനിയും കൊടുത്തേക്കാം. പുള്ളിക്ക് നിത്യതയുടെ വിഷയം വന്നപ്പോൾ ഇവിടെ കൂട്ടിവെക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഇൻവെസ്റ്റ് ഫോർ ദ ലോഡ്. ആമേൻ. റൈറ്റ്സ് അല്ലാത്തതൊന്നും എനിക്ക് വേണ്ട, അനീതിയായിട്ടുള്ളതൊന്നും എനിക്ക് വേണ്ട. സഹോദരങ്ങള്, ഈ സ്വസ്ഥത ഇല്ലാത്ത സ്വത്തിനേക്കാൾ സമാധാനമുള്ള ഇച്ചിരി ഞെരുക്കമൊക്കെ നല്ലതാകട്ടെ. പ്രൈസ് ലോർഡ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കൂടാതെയുള്ള എല്ലാ ബ്ലെസ്സിങ്ങും എന്ന് തോന്നുന്നതെല്ലാം താൽക്കാലികമാണ്. നെക്സ്റ്റ് അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100-ഉം 60-ഉം 30-ഉം മേനി നൽകുന്നു. പ്രൈസ് ഗോഡ്.
നമ്മളോടൊപ്പം ഇറങ്ങിത്തിരിച്ച എത്രയോ ആളുകൾ ഇന്ന് വിശ്വാസകോളത്തിലില്ല. എന്നാൽ കൃപയാൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, ഈ ലോകത്തിലെ നേട്ടത്തെക്കാളും ഈ ലോകത്തിന്റെ സമ്പാദ്യത്തെക്കാളും ഈ ലോകത്തിന്റെ അംഗീകാരത്തെക്കാളും ഉപരിയായി യേശുവിൽ നിന്നുള്ള അംഗീകാരം, യേശുവിന് വേണ്ടി ജീവിക്കുന്നതിലുള്ള സന്തോഷവും ആ നിത്യതയുടെ കാഴ്ചപ്പാടും നിങ്ങളുടെ ഉള്ളിൽ കിട്ടിയപ്പോൾ പൗലോസ് വെല്ലുവിളിച്ചതുപോലെ അതെ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു ശക്തികൾക്കും യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ആമേൻ. എത്രയോ എത്രയോ ആമേൻ സഹോദരി സഹോദരന്മാർ ഓരോ ദിവസവും ഭവനങ്ങളിൽ ഉപദ്രവം സഹിക്കുന്നവരുണ്ടെന്നറിയാമോ? വേദനിക്കപ്പെടുന്നവരുണ്ടെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ക്രിസ്തീയ സമൂഹത്തിൽ തന്നെ ഏറിയ പങ്ക് ആളുകളും സത്യദൈവമായ യേശു ക്രിസ്തുവിനെ ആരാധിക്കാതെ കുട്ടി ദൈവങ്ങളുടെയും മധ്യസ്ഥന്മാരുടെയും പേര് പറഞ്ഞ് അതിലേക്ക് സഭാ നേതാക്കന്മാർ ആത്മീയ അന്ധത ബാധിച്ച ആളുകൾ സത്യവചനത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരിയുന്ന കാലം വരുമെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കുരുടന്മാരായ വഴികാട്ടികളെ പോലെ യേശു ക്രിസ്തുവിൽ നിന്നും ആളുകൾ അതേ മനുഷ്യ ദൈവങ്ങളായിട്ട് ആരാധന മൂർത്തികളായി സ്ഥാപിച്ച് അവരുടെ വസ്ത്രത്തെ ആരാധിക്കാനും അവരുടെ വടിയെ ആരാധിക്കാനും അവരുടെ കട്ടിലിനെ ആരാധിക്കാനും അവരുടെ ചെരുപ്പിനെ മുത്താനും അതുപോലുള്ളതായ എത്ര വികൃതമായ ഉപദേശങ്ങളും സംവിധാനങ്ങളുമാണ് ആളുകളുടെ മുമ്പിൽ വെച്ച് ആമേൻ ആ ആലയത്തിന് ചുറ്റും ഉരുളിക്കാനും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് മനുഷ്യരെ കർമാനുഷ്ഠാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, 2 സാക്രമെന്റാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. 1, വിശ്വസിക്കുന്നവർക്ക് സ്നാനം നൽകണം. 2, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി കർത്താവിൻ്റെ മേശ നടത്തണം. ഈ 2 കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ ജനങ്ങളുടെ ഇടയിൽ അത് വെച്ചിരിക്കുന്നതായ പല തെറ്റായ ഉപദേശങ്ങളും അത് വിശ്വസിച്ച് അതിനടിമയായി ഇരിക്കുന്ന ജനങ്ങളെ നോക്കി ഈ ദിവസങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. അവരെല്ലാം നല്ല മനുഷ്യരാണ്, പക്ഷേ അവരുടെ ആത്മീയ ജീവിതത്തിന്റെ അന്ധത മാറിയെങ്കിൽ മാത്രമേ നിത്യതയുടെ കാഴ്ചപ്പാട് ലഭിക്കുകയുള്ളൂ. നല്ല ഒരടക്കം കിട്ടി 7ാമത്തെ ദിവസം മുതൽ സ്പെഷ്യൽ മീറ്റിങ്ങുകളും ഒക്കെ നടത്തി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്തിക്കാമെന്നുള്ള വ്യാമോഹം തിരുവചന വെളിച്ചത്തിൽ തെറ്റാണ് എന്നുള്ളത് അവർ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ആത്മീയ അന്ധത മാറാൻ പ്രാർത്ഥിക്കണം. അവരുടെ ബുദ്ധി തുറക്കാൻ പ്രാർത്ഥിക്കണം. തിരുവെഴുത്തും ദൈവശക്തിയും തിരിച്ചറിയുവാൻ കൃപ കിട്ടാൻ പ്രാർത്ഥിക്കണം. ലൂക്കോസ് 24:45 വെച്ച് പ്രാർത്ഥിക്കണം. ആമേൻ. 119 സങ്കീർത്തനം 18 വാക്യം വെച്ച് പ്രാർത്ഥിക്കണം. ആമേൻ. മത്തായി 22 അധ്യായം 29 വാക്യം വെച്ച് പ്രാർത്ഥിക്കണം. അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ആത്മീയ കണ്ണ് തുറക്കുവാൻ, തിരുവെഴുത്തും ദൈവശക്തിയും തിരിച്ചറിയുവാൻ, അവരുടെ ബുദ്ധിയെ തുറക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതേ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം പ്രേരിപ്പിക്കുന്ന അതേ ജീവിതങ്ങളോട് ദൈവത്തിന്റെ വചനം പങ്കുവെക്കുമ്പോൾ നാം ഓർത്തിരിക്കുക, അതേ 4ാമത്തെ ഒരു ചെറിയ കൂട്ടമാണ് ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കാൻ അതേ വരം ലഭിച്ചവരായി തീർന്നത്, പ്രവേശനം. അതുകൊണ്ട് വിത്ത് 4 സ്ഥലങ്ങളിൽ വീണു എന്നുള്ളത് സത്യമാണ്. എന്നാൽ 30, 60, 100 മേനി ഫലം കൊടുത്തത് നല്ല നിലത്ത് വീണതും മാത്രമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മെ കാണുന്നവർ യേശുവിനെ കാണണം, നമ്മെ കേൾക്കുവാൻ അതേ നമ്മളെ കേൾക്കുന്നവർ യേശുവിനെ കേൾക്കണം. അതുകൊണ്ട് യജമാനെ ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ അതെ നമ്മുടെ അരികിൽ പലർക്കും യേശുവിനെ കാണാനുള്ള താല്പര്യം അറിയിക്കുന്നവരായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അതുകൊണ്ട് കെട്ടപ്പെട്ട കഴുതുകളെ അഴിപ്പാനായി നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തോമസ് കുര്യാക്കോസ് ബ്രദർ ആരോഗ്യത്തോടെ ഇന്ന് ക്ലാസ്സിൽ മൗനമായിട്ടാണെങ്കിലും ഇരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ബെറ്റർ ആയിട്ടുണ്ട്. വളരെ ടെൻഷനായിരുന്നു സർജറി വിഷയത്തിന്റെ കാര്യം. എന്നാൽ കർത്താവ് ഇത്രയും ആരോഗ്യത്തോടെ ആശ്വാസത്തോടെ കാണുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചല്ലോ. തുടർന്നുള്ള ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളിലും അതെ നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ധാരാളം നൽകട്ടെ. ജെസ്സി ആൻഡ്രൂസ് പ്രാർത്ഥിക്കും. Praise God.
ജെസ്സി ആൻഡ്രൂ പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഓക്കെ, കേൾക്കുന്നില്ല. ലൈസ പ്രാർത്ഥിച്ചാട്ടെ. ലൈസ ബിനോയ്. യെസ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പ, സ്തുതിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളായ അടിയങ്ങൾ കർത്താവെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവെ നിന്റെ ദൈവവചനം കേൾക്കുവാൻ, അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുവാൻ, ഞങ്ങളുടെ തിരക്കേറിയ ഈ കർത്താവെ ജീവിത യാത്രയിലും ഞങ്ങൾക്ക് കിട്ടിയ അല്പസമയം തിടുക്കത്തോടെ കർത്താവെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ അരകെട്ടി തിടുക്കത്തോടെ ഭക്ഷിച്ചുകൊണ്ട് കർത്താവെ മുന്നോട്ട് യാത്ര ചെയ്യുന്നവരായി കർത്താവെ ഞങ്ങൾ ഈ ആയിരിക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ, നിന്റെ ആ വചനം കേൾക്കുവാൻ, ആ കാതോർക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം അപ്പ. നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ മീറ്റിംഗ് ഒരു അനുഗ്രഹമാകണം കർത്താവെ. പഠിക്കുന്ന കർത്താവ് എല്ലാ വിദ്യാർത്ഥികളുടെ മേലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവെ പറഞ്ഞു തരുന്ന കർത്താവെ, ഞങ്ങളെ കർത്താവെ ഞങ്ങളുടെ ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിന്റെ മകന്റെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന അവസ്ഥകളിലെല്ലാം ദൈവമേ നീ തുണയായിരിക്കണം. ഞങ്ങളെക്കാളൊക്കെ ഉപരിയായി കർത്താവെ നിന്റെ മകന്റെ ആവശ്യങ്ങളും കർത്താവെ ആഗ്രഹങ്ങളും അങ്ങറിയുന്നതിനായി സ്തോത്രം അപ്പ. കർത്താവെ അതിന്റെ മേലെല്ലാം ദൈവം പരിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവെ ഹല്ലേലൂയ, വൈഫിനെ അനുഗ്രഹിക്കണം, തലമുറകളെ അനുഗ്രഹിക്കണം, കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ, കർത്താവെ പ്രയർ ടവറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേലെ ദൈവത്തിന്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിനാവശ്യമായതെല്ലാം കർത്താവെ അങ്ങ് ആവശ്യമായ സമയത്ത് ഒരുക്കി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ സൂം മീറ്റിംഗിൽ ഇപ്പമുള്ള എല്ലാ വ്യക്തി ജീവിതങ്ങളെയും കുടുംബങ്ങളെയും അപ്പന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് അങ്ങ് രോഗസൗഖ്യം കൊടുക്കണം. സർജറി കഴിഞ്ഞ കർത്താവെ ഹല്ലേലൂയ ഇരിക്കുന്നതായ കർത്താവെ ആ സഹോദരന്റെ മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ കർത്താവെ. ആ ഹല്ലേലൂയ സർജറി ചെയ്ത് ആ ഉള്ളിലുള്ള ആ മുറിവുകളൊക്കെ എത്രയും വേഗം കരിഞ്ഞ് കർത്താവെ ആ ശബ്ദം കർത്താവെ ഇനി വരുമ്പോൾ അത് ദൈവത്തിന് വേണ്ടി അധികമായി ഉപയോഗിക്കപ്പെടുവാൻ സ്വർഗം ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വരുന്ന ശബ്ദത്തിലൂടെ കർത്താവെ അങ്ങയുടെ ശബ്ദമായി അത് മാറി അനേകരെ കർത്താവെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇടവരുത്തണമേ. ആ കുടുംബത്തെ ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. അവിടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് കൂടെ ഇരിക്കണം. അതുപോലെ കർത്താവെ ഈ മീറ്റിംഗിൽ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. രോഗികൾക്ക് അങ്ങ് സൗഖ്യം കൊടുക്കണം, ബദ്ധന്മാരെ വിട്ടുവീക്കണം കർത്താവെ. ചില കർത്താവെ കഠിനമേറിയ വിഷയങ്ങളുടെ മുഖത്തായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേല് ദൈവത്തിന്റെ കരം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളുടെ വിഷയങ്ങളുടെ മേൽ, അവരുടെ രോഗത്തിന്റെ വിഷയത്തിന്റെ മേൽ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടപ്പ. അവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങണം. തലമുറകളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ആലയത്തിന്റെ മൂലത്തൂണുകളാക്കി തലമുറകളെയൊക്കെ ദൈവം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദുഷ്ടനായവൻ കാണുവാനോ തൊടുവാനോ ഇടവരുത്താതെ വണ്ണം നിന്റെ ചിറകടിയിൽ അവരെയൊക്കെ മറച്ചു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. അങ്ങനെ സമസ്ത വിഷയത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ കേൾക്കുന്ന വചനമൊക്കെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തില് 100 മേനി ഫലം കായ്ച്ചുകൊണ്ട് ഞങ്ങളെ കാണുന്നവൻ കർത്താവെ ഞങ്ങളിലൂടെ ക്രിസ്തുവിന്റെ കർത്താവെ പത്രങ്ങളായി മാറുവാൻ, ക്രിസ്തുവിന്റെ സാക്ഷികളായി മാറുവാൻ ദൈവം ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഞങ്ങളെയൊക്കെ കർത്താവെ ഒരു സൈൻ ബോർഡാക്കി അപ്പം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നോക്കുന്നവൻ ഇന്ന വഴിയിലോട്ട് പോയാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ചൂണ്ടുപലകയായി നിൽക്കുവാനുള്ള കർത്താവ് വ്യക്തികളായി ഞങ്ങളെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഒരുക്കി എടുത്താട്ട് അനുദിനം കർത്താവെ ദൈവവചനം കേൾക്കുവാനുള്ള വാഞ്ച, ദൈവത്തോട് പറ്റിയിരിക്കുവാൻ ദൈവമേ അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട് കർത്താവെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരായെന്ന് കർത്താവ്. അതുപോലെ നിന്റെ ആത്മാവുമായി ഞങ്ങളൊന്ന് ബന്ധിക്കപ്പെട്ടവരായി കർത്താവ് എന്ത് ആഗ്രഹിക്കുന്നു അതുപോലെ മുന്നേറുവാൻ കർത്താവെ അങ്ങയുടെ ആത്മാവുമായി ഞങ്ങളെ ബന്ധിച്ചു മുന്നോട്ട് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് ആദ്യോടന്തം ഈ മീറ്റിംഗിൽ കൂടെ ഇരുന്നതിനായി സ്തോത്രം കർത്താവെ. തുടർന്നുള്ള മീറ്റിംഗുകളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങണം. ഇതിന്റെ അകത്ത് മെസ്സേജ് പറയുന്ന വിദ്യാർത്ഥികളായ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവം തക്കതായ കർത്താവെ ഹല്ലേലൂയ
ഹല്ലേലൂയ എന്ത് പറയണമെന്നുള്ളത് കർത്താവെ നീ ഓരോരുത്തർക്കും തെരഞ്ഞെടുത്ത് കർത്താവെ അത് ഞങ്ങൾക്കൊക്കെയും ജീവിതത്തിന് വിടുതലായി തീരുവാൻ സ്വർഗം ഇടവരുത്തിയാട്ട് അതിയോടെ നാം കൂടെ ഇരുന്നതിനായി സ്തോത്രം. കർത്താവെ വരവിന്റെ പ്രത്യാശയായി ഞങ്ങളെ ഒരുക്കണം കർത്താവെ. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമറളണമേ. ആമേൻ, ആമേൻ, ആമേൻ. റൊണാൾഡ് ആശീർവാദം പറയാമോ? പറയാം മാസ്റ്ററെ. ഒരു മിനിറ്റ് ഞാൻ പ്രൈസ് ലോർഡ്. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും പ്രിയ പാസ്റ്ററോടും കുടുംബത്തോടും ഈ പ്രയർ ലൈൻ എൻജോയ് ചെയ്ത എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് വെച്ചാൽ ഈവനിങ് കാണാം. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ശക്തമായ ദൈവം ഉപയോഗിക്കട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു പാസ്റ്റർ. Thank you, Pastor. Thank you. Thank you, sir. Thank you, Pastor. Praise God. Thank you.